മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള രണ്ടാമത്തെ കടമ വഇയാദത്തുൽ മരീദ്, രോഗിയായാൽ സന്ദർശിക്കുക. ഒരു മുഅ്മിനായ ഒരാൾ, മുസ്ലിമായ ഒരാൾ, നമ്മുടെ സഹോദരങ്ങളിൽപ്പെട്ട ഒരാൾ രോഗിയായാൽ ആ രോഗിയായ ആളെ സന്ദർശിക്കൽ അത് നിന്റെ കടമയാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അവൾ മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ, അവൻ ഇസ്ലാം അവന് കൽപ്പിക്കുന്ന അല്ലെങ്കിൽ അവന്റെ ബാധ്യതയായി പറയുന്ന രണ്ടാമത്തെ ഘടകമാണ് അവൻ രോഗിയായാൽ സന്ദർശിക്കുക എന്നത്. വലിയ പ്രതിഫലമാണ്. കടമയാണെന്ന് പറയുമ്പോ, അവന്റെ ബാധ്യതയാണെന്ന് പറയുമ്പോ, അത് ചെയ്യുമ്പോൾ അതിന് വലിയ പ്രതിഫലം അല്ലാഹു തആല നൽകുന്നുണ്ട്. അല്ലാതെ വെറുതെ ഒരു കാണലല്ലല്ലോ. ഒരു രോഗിയായ ഒരാളെ കാണാൻ പോകൽ കൊണ്ട് വെറുതെ ഒരു കാണലല്ല, അതൊരു ഇബാദത്താണ്. അതിന് വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. മഹാനാകുന്ന അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്ന ഒരു ഹദീസിൽ കാണാം, അവിടുന്ന് പറയുന്നു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. നബി തങ്ങൾ പറയുകയാണ്, മാ മിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഗദൗത, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമായ ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ ആ മനുഷ്യനെ, മുസ്ലിമായ അദ്ദേഹത്തിനെ ഒരാള് പ്രഭാതത്തിൽ രാവിലെ സന്ദർശിച്ചാൽ, രോഗസന്ദർശനം, രോഗിയായി കിടക്കുന്ന ഒരാളെ രാവിലെ പോയി സന്ദർശിച്ചാൽ, ഇല്ലാ സ്വല്ല അലൈഹി 70,000 മലക്കൻ ഹത്താ യുംസി, രാവിലെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ആ സന്ദർശിച്ച വ്യക്തിയെ പ്രഭാതം മുതൽ പ്രദോഷം വരെ, വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അവനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. രാവിലെ ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയി, മുസ്ലിമായ രോഗിയെ കാണാൻ വേണ്ടി പോയപ്പോൾ നല്ല നിയത്തോടുകൂടി, സുന്നത്താണെന്നുള്ള നിയത്തോടുകൂടി, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി മുസ്ലിമായ രോഗിയായ തന്റെ സഹോദരനെ രാവിലെ കാണാൻ വേണ്ടി പോയാൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അവനിക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. നബി തങ്ങൾ പറയുന്നു, വൈൻ ആദഹു അസിയതൻ, ഇനി വൈകുന്നേരമാണ് ഇവൻ ആ രോഗിയെ കാണാൻ പോയത്, വൈകുന്നേരമാണ് മുസ്ലിമായ തന്റെ സഹോദരനെ കാണാൻ വേണ്ടി പോയതെങ്കിൽ, ഇല്ലാ സല്ല അലൈഹി 70,000 മലക്കൻ ഹത്താ യുസ്ബിഹ കാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന, വൈകുന്നേരം രോഗിയെ കാണാൻ വേണ്ടി പോയാൽ ആ പോയ സമയം മുതൽ അടുത്ത പ്രഭാതം വരെ, ആ രാത്രി മുഴുവനും 70,000 മലായികത്തുകൾ അവനിക്ക് സലാമിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ചെറിയ കാര്യമില്ല, 70,000 മലക്കുകൾ ദുആ ചെയ്യുന്നേ. എന്ത് ചെയ്തിട്ടാ? വലിയ കട്ടിപ്പൊടി ചെയ്തില്ല. രോഗിയായി കിടക്കുന്നു എന്നറിഞ്ഞ് അവനെ രോഗവിവരം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി, ഒന്ന് കാണാൻ വേണ്ടി പോയി. വലിയ ചെലവുണ്ടോ? വലിയ സമയ ചെലവുണ്ടോ? ഒന്നുമില്ല. ആ ഒരു പോക്ക് കൊണ്ട്, ആ ഒരു കാണല് കൊണ്ട്, സന്ദർശനം കൊണ്ട് 70,000 മലായികത്തുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ വലിയ പ്രതിഫലമല്ലേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്തത്? മറ്റൊരു ഹദീസിൽ കാണാം, മഹാനാകുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ,
ഇന്നൽ മുസ്ലിമ ഇദാ ആദ അഖാഹുൽ മുസ്ലിമ. ഒരു മുസ്ലിമായ ഒരാള് തന്റെ മുസ്ലിമായ ഒരു സഹോദരനെ സന്ദർശിച്ചു രോഗിയായി കിടന്നപ്പോൾ കാണാൻ വേണ്ടി പോയി. അങ്ങനെ കാണാൻ വേണ്ടി പോയാൽ ലം യസിൽ ഫീ ഖിർഫത്തിൽ ജന്ന ഹത്താ യർജിഅ. കാണാൻ പോയ സമയം മുതൽ അവിടെ നിന്ന് മടങ്ങുന്നത് വരെ ലം യസിൽ ഫീ ഖിർഫത്തിൽ ജന്ന, അവൻ സ്വർഗത്തിന്റെ തണലിലായിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദിൽ മുസ്തഫ. സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ ഖിർഫത്തുൽ ജന്ന, സ്വർഗത്തിന്റെ ഖിർഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നബി? നിങ്ങൾ പറഞ്ഞു, ജനാ, അത് സ്വർഗത്തിന്റെ തലോടലിലാണ്, ആ ചിറകിലാണ്, അതിന്റെ സംരക്ഷണത്തിലാണ്, സ്വർഗത്തിന്റെ സംരക്ഷണത്തിലാണ്. രോഗിയെ കാണാൻ പോയി കഴിഞ്ഞാൽ അല്ലാഹു ആ പ്രതിഫലങ്ങളൊക്കെ ലഭിക്കുന്നവർ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനായ ഒരാൾ, മുസ്ലിമായ തന്റെ ഒരു സഹോദരൻ രോഗിയാണെന്ന് അറിയുമ്പോൾ ആ രോഗിയെ പോയി സന്ദർശിക്കുക, കാണാൻ പോവുക എന്നത് അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകുന്ന ഒരു ഇബാദത്താണ്. അത് നിന്റെ കടമയാണ്, ബാധ്യതയാണ്. ഒരു ഖുദ്സിയായ ഹദീസിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ. ഞാനും നിങ്ങളൊക്കെ ഖിയാമത്ത് നാൾ അല്ലാഹുവിന്റെ മുന്നിൽ വരുമ്പോ, എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിൽ വരുമല്ലോ, മഹ്ശറിൽ വിചാരണയ്ക്ക് വേണ്ടി വരുമല്ലോ. ആ വരുന്ന സമയത്ത് അല്ലാഹു തആല ചോദിക്കുമത്രേ, യബ്ന ആദം, ഓ മനുഷ്യ മരിൽതു ഫലാ തഅ്ദിനി. അല്ലാഹുവിന്റെ ചോദ്യ എന്നോട് ചോദിക്കും, നിങ്ങളോട് ചോദിക്കും, എല്ലാവരോടും ചോദിക്കും. അല്ലാഹു തആല മരിൽതു ഫലാ തഅ്ദിനി, എടോ ഞാൻ രോഗിയായിരുന്നിട്ട് നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല? അല്ലാഹു തആല ചോദിക്കുന്ന, അല്ലാഹു പറയുന്നത് മരിൽതു, ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല? അപ്പോഴാണ് ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കാൻ, റബ്ബി കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ. നിങ്ങൾക്ക് അല്ലാഹുവേ അങ്ങക്ക് രോഗം വരുമെന്നോ? അങ്ങയെ ഞാൻ സന്ദർശിക്കണമെന്നോ? അങ്ങക്ക് രോഗം വരുന്നു? അൻത റബ്ബുൽ ആലമീൻ, അങ്ങ് റബ്ബുൽ ആലമീൻ അല്ലേ, അങ്ങ് സൃഷ്ടാവല്ലേ, ലോകത്തിന്റെ റബ്ബല്ലേ, അവിടുന്ന് രോഗം വരുമെന്നോ അങ്ങയെ സന്ദർശിക്കണമെന്നാണോ ഈ പറയുന്നത്? അപ്പോഴാണ് അല്ലാഹു തആല മറുപടി പറയുന്നു, എന്ന് വെച്ചാൽ ഞാൻ രോഗിയായി എന്നെ സന്ദർശിക്കാൻ വന്നില്ല എന്ന് വെച്ചാൽ, അമാ അലിംത അന്ന അബ്ദി ഫുലാനാ. അല്ലാഹു പറയാ, അമാ അലിംത അന്ന അബ്ദി ഫുലാനാ, എടോ നീ അറിഞ്ഞില്ലായിരുന്നോ എന്റെ ഒരു അടിമ രോഗിയായി കിടന്നത് നീ അറിഞ്ഞില്ലേ? എന്നിട്ട് ആ അടിമയാകുന്ന അവനെ നീ കാണാൻ പോയിരുന്നോ, സന്ദർശിക്കാൻ പോയിരുന്നോ? എന്നിട്ട് അല്ലാഹു പറയുന്നു, അവൻ രോഗിയായിട്ട് നീ കാണാൻ പോയില്ലല്ലോ. അമാ അലിംത അന്നക ലൗ ഉദ്ദുഹു ലവജതനി ഇൻദഹു. ഞാനാ പറഞ്ഞതിന്റെ പൊരുൾ, അതിന്റെ അർത്ഥം, ആ രോഗിയെ നീ കാണാൻ പോയിരുന്നുവെങ്കിൽ അവിടെ നിനക്ക് എന്നെ എത്തിക്കുമായിരുന്നു, രോഗിയുടെ അടുക്കൽ എന്നെ നീ എത്തിക്കുമായിരുന്നു. എന്നെ സന്ദർശിച്ചതിന്റെ പ്രതിഫലം നിനക്ക് അവിടെ വെച്ച് ലഭിക്കുമായിരുന്നു. എന്നിട്ട് ആ പ്രതിഫലം നീ കളഞ്ഞുവല്ലോ എന്ന് അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ ഓരോ മനുഷ്യനോടും ചോദിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്.
രോഗിയാണെന്നറിയുമ്പോൾ സന്ദർശിക്കുക. അത് ഹബീബായ പ്രവാചകന്റെ ജീവിത രീതിയാണ്. നിബിധങ്ങൾ അങ്ങനെയായിരുന്നു. മഹാനാകുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയാ, കാന ഗുലാമൻ യഹൂദിയൻ യഖ്ദിമു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമരിള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വീട്ടിൽ പണിയൊക്കെ എടുത്തുകൊണ്ടിരുന്ന, നബി തങ്ങൾക്ക് വേണ്ടുന്ന ചില ഖിദ്മത്തൊക്കെ എടുത്തുകൊണ്ടിരുന്ന യഹൂദിയായ, മുസ്ലിമായതല്ല, യഹൂദിയായ മറ്റു മതത്തിൽപ്പെട്ട ഒരു കുട്ടി, ഒരു ചെറുപ്പക്കാർ, ഒരു കുട്ടി ഗുലാം നബി തങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ കുട്ടി രോഗിയായി കാണാതെ വന്നപ്പോൾ നബി തങ്ങൾ തിരക്കി, എവിടെ അവൻ? അപ്പൊ മറുപടി കിട്ടി, നിങ്ങൾക്ക് രോഗിയായി കിടക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് എന്ത് ചെയ്തു? ഫഅതാഹു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഊദു. നബി തങ്ങൾ, ഞാൻ വലിയ പ്രവാചകനല്ലേ, ഞാൻ വലിയ ആളാണ്, നാട്ടിൽ വലിയ പ്രവാണിയാണ്, കുടുംബക്കാരന്, ഞാനെന്തിനാ അവനെ കാണാൻ പോണ? ഓ, അവനാരി എന്നൊക്കെ കുടുംബത്തെ ചെറുതല്ലേ, അവൻ എന്റെ സമ്പത്തില്ലാതെ, ഞാൻ എന്തിനാ അവനെ കാണാൻ പോണത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ചിന്തിച്ചില്ല. അല്ലാഹുവിന്റെ ഹബീബ് എന്ത് ചെയ്തു? ഹബീബായ പ്രവാചകൻ വിവരമറിഞ്ഞപ്പോ ഫഅതാഹു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഊദു. നബി തങ്ങൾ ആ കുട്ടിയുടെ യഹൂദിയാകുന്ന കുട്ടി രോഗിയായി കിടന്നറിഞ്ഞപ്പോൾ ആ കുട്ടിയെ കാണാൻ വേണ്ടി പോകുന്നു. ആ മകന്റെ, ആ കുഞ്ഞിന്റെ തലയുടെ ഭാഗത്ത് ഹബീബായ പ്രവാചകൻ ഇരുന്നു. വിവരങ്ങൾ ചോദിച്ചു. എന്നിട്ട് ആ മകനോട് പറഞ്ഞു, മോനെ അസ്ലിം, എടാ മോനെ, നീ ഒന്ന് മുസ്ലിം ആകുമോ? ആ സമയത്ത് ആ കുഞ്ഞ് തന്റെ അടുത്തിരുന്ന പിതാവിലേക്കൊന്ന് നോക്കി. യഹൂദിയാണല്ലോ, യൂതനാണല്ലോ. നബിതങ്ങൾ അടുത്ത് വന്ന് സന്തോഷമൊക്കെ പങ്കിട്ടിട്ട്, അസ്ലിം മോനെ, നീ മുസ്ലിം ആകുമോ എന്ന് അവൻ ചോദിച്ചപ്പോ ആ കുഞ്ഞു മകൻ ആ വാപ്പയെ ഒന്ന് നോക്കി, പിതാവിനെ ഒന്ന് നോക്കി, അടുത്തിരുന്ന പിതാവിനെ. അപ്പോഴാണ് ആ പിതാവ് മകനോട് പറഞ്ഞു, മോനെ അബുൽ ഖാസിം, നീ അബുൽ ഖാസിം, നബിതങ്ങളെ വിളിപ്പേരാണ്, അബുൽ ഖാസിമിന്റെ നീ വഴിപ്പെടണം, അവിടുന്ന് പറയുന്നത് പോലെ നീ ചെയ്തു. അപ്പോൾ തന്നെ കുഞ്ഞു മകൻ മുസ്ലിമായി. فخرج النبي صلى الله عليه وسلم وهو يقول. നബി തങ്ങൾ അവിടുന്ന് പോകുമ്പോ പ്രത്യേകമാകുന്നൊരു പ്രാർത്ഥന കൂടി നടത്തി. അൽഹംദുലില്ലാഹ് അല്ലദീ അൻഖദഹു മിനന്നാർ. ഈ കുഞ്ഞു മകനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും എന്ന് അൽഹംദു പറഞ്ഞുകൊണ്ട് ഹബീബായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ മാതൃക മുസ്ലിമാണെന്ന് മാത്രമല്ല, തന്റെ അയൽക്കാരൻ മുസ്ലിമാകട്ടെ, മറ്റ് മതക്കാരനാകട്ടെ, നമ്മുടെ പരിചയക്കാരൻ മുസ്ലിമാകട്ടെ, മറ്റ് മതക്കാരനാകട്ടെ, ആ രോഗിയാണെന്നറിഞ്ഞാൽ അവിടെ കാണാൻ പോകൽ സുന്നത്താണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നബി തങ്ങളുടെ പാഠം, അതാണ് നബി തങ്ങളുടെ പാഠം. മുസ്ലിമിനോട് സന്ദർശിക്കൽ അത് ഹഖാണ്, ബാധ്യതയാണ്. ഇതര മതത്തിൽപ്പെട്ട സുഖമില്ലാതെ കിടക്കുമ്പോൾ കാണാൻ അത് സുന്നത്തോട് നബികളെ പറ്റിയാണ്. അല്ലാഹു അതനുസരിച്ച് ജീവിക്കാനും ഒക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം സന്ദർശിക്കാൻ പോകുന്ന രോഗി, മഹാന്മാർ പറയുകയാണ്, ഹദീസിലുള്ളത്, സന്ദർശിക്കാൻ പോകുന്ന രോഗി, അദ്ദേഹത്തിന് നമ്മൾ സന്ദർശിക്കൽ, കാണാൻ ചെല്ലൽ വെറുപ്പാണ്. നമ്മളോട് കാണാൻ വരുന്നത് ഇഷ്ടമല്ല, കാണാൻ വരുന്നത് നമ്മൾ കാണാൻ വരുന്നത് ഇഷ്ടമല്ല, വെറുപ്പാണ്. അങ്ങനെ വെറുപ്പുണ്ടെന്ന് കണ്ടാൽ, ആ വിഷമം, അദ്ദേഹത്തിന് വിഷമം നേരിടുമെന്ന് കണ്ടാൽ, ആ രോഗിയെ കാണാൻ പോകൽ ഹറാമാണെന്ന് പോലും ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം നമ്മൾ എന്തിനാണ് വെറുപ്പുണ്ടാക്കുന്നത്? നമുക്ക് കാണാൻ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്, ആ ഇബാദത്തിന്റെ കൂലി കിട്ടണമെന്ന പ്രതീക്ഷയുണ്ട്. പക്ഷെ നമ്മൾ ചെല്ലൽ അവനക്ക് ഇഷ്ടമല്ല, അവന് വിഷമുണ്ടാകും.
ഒരു പക്ഷേ നമ്മൾ കാണൽ കൊണ്ട് അവനക്ക് രോഗം മൂർച്ഛിക്കാം, ദേഷ്യം വന്നിട്ട് മൂർച്ഛിക്കാം. അങ്ങനെ ഉണ്ടായാൽ കാണാൻ പോകല് ഹറാമാണെന്ന് പോലും മഹാന്മാർ പഠിപ്പിക്കുന്നു. വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ കൂലി നൽകിയ, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അതേ, നമ്മൾ ഒരു രോഗിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ആ രോഗിയുടെ അടുക്കൽ വിവരം അന്വേഷിക്കണം. ആ രോഗിയോട് നമ്മൾ വിവരങ്ങൾ അന്വേഷിക്കണം. രോഗം ഇപ്പൊ എങ്ങനെയൊക്കെ ഉണ്ട്, സുഖമുണ്ടോ, ഇന്നലത്തേക്കാ കുറവുണ്ടോ, എങ്ങനെ മരുന്ന് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെ നല്ല നല്ല കാര്യങ്ങളെ കൊണ്ട് ചോദിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. മഹാനാകുന്ന അബീ ഉമാമ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തമാമു ഇയാദത്തുൽ മരീദ്, രോഗി സന്ദർശനം, രോഗിയെ കാണാൻ പോകുന്നതിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിരുന്ന് കണ്ടിട്ട് കയ്യിരുന്ന് കിത്താൻ അങ്ങോട്ട് കൊടുത്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് കുടിച്ചിട്ട് പോകല് മാത്രമല്ല രോഗ സന്ദർശനം എന്ന് പറഞ്ഞാൽ. രോഗ സന്ദർശനത്തിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ചെന്നുകൊണ്ട് ആ രോഗിയായ ആളിന്റെ തലയിലൊന്ന് തടവിക്കോ, അവന് നെറ്റിയിലൊന്ന് കൈവച്ചോ, അല്ലെങ്കിൽ അവന്റെ കൈയൊന്ന് പിടിച്ചു വെച്ചിട്ട് അവനോട് നീ ചോദിക്കണം, എങ്ങനെയുണ്ട് ഇപ്പോ. നിങ്ങൾ പഠിപ്പിക്കാം. രോഗിയെ കാണാൻ പോകുന്നതിന്റെ തമാമ പൂർത്തീകരണം പറയാ. അവരോട് ചോദിക്കണം എങ്ങനുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, അതിനുശേഷം അവനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ശമനത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു രോഗം പിടിപെട്ടു. ആ രോഗത്തിൽ കിടന്നപ്പോ സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ പറയുന്നു, എന്നെ കാണാൻ നബി തങ്ങൾ വന്നു. വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ശ്ഫി സഅദ, അല്ലാഹുവേ സഅദിന്റെ രോഗം നീ മാറ്റണേ എന്ന് ദുആ ചെയ്തു എന്ന് ഹദീസിൽ കാണാം. അപ്പൊ രോഗിയെ കാണാൻ പോണം, വിവരങ്ങളൊക്കെ അറിയണം, അവന്റെ കൈയൊക്കെ ഒന്ന് പിടിച്ചു വെച്ചിട്ട് രോഗവിവരങ്ങളൊക്കെ ചോദിക്കണം. എന്നിട്ട് പറ്റും മലയാളത്തിൽ അല്ലാഹുവേ എന്റെ രോഗം നീ പൂർണ്ണ ശിഫ നൽകണം റബ്ബേ എന്ന് മലയാളത്തിലെങ്കിൽ മലയാളത്തിൽ ദുആ ഇരിക്കണം എന്നാണ്. പ്രാർത്ഥനയിലൂടെ ആയിരിക്കണം നീ പോകേണ്ടത്, മടങ്ങുകയും വേണ്ടത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അതേ പ്രവാചകൻ തന്നെ പറയുന്നു, അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കിക്കോ, ഒരു രോഗിയെ കാണാൻ വേണ്ടി പോകുമ്പോ ആ രോഗിയുടെ നല്ലത് മാത്രമേ പറയാവൂ. അവന്റെ രോഗം കൂടുന്ന രൂപത്തിൽ സംസാരിക്കരുത്. എത്രത്തോളം ഇമാമികൾ പറയാണ്, മഹാന്മാർ പറയുന്നു, ഒരു രോഗിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ നിന്റെ വർത്തമാനം കൊണ്ട് അവനിക്ക് സമാധാനം ഉണ്ടാകണോ, രോഗം കൂടുന്നവനാകരുത്. അവിടെ നിന്നിട്ട് പറയാ, സംസാരിച്ചിട്ട് ഈ രോഗം വന്നപ്പോഴാണ് എന്റെ മാമ മരിച്ചു പോയത്, കഴിഞ്ഞില്ലേ കാര്യം, പരിപാടി കഴിഞ്ഞില്ലേ, ഇങ്ങനെ ഇങ്ങനെ കിടന്ന് 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 കുറെ അപ്പ എന്റെ വലിയപ്പ അങ്ങനെയാ മരിച്ചത്, അല്ലെങ്കിൽ കൊച്ചപ്പ അങ്ങനെയാ മരിച്ചത് എന്ന് പറഞ്ഞ രോഗിയുടെ മനസ്സിലേക്ക് ഭീതിപ്പെടുത്തുക പാടില്ല. അങ്ങനെയാണെങ്കിൽ പോലും സമാധാനത്തിന്റെ വാക്ക് പറയണോ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ ഹദറതുൽ മരീള, നിങ്ങൾ ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയി അവനെ അതിർത്ത് ചെന്നാൽ, അവൽ മയ്യിത്ത്, അല്ലെങ്കിൽ ഒരു മയ്യിത്തിന്റെ അടുക്കൽ പോയാൽ, അതെടുക്കാൻ നിങ്ങൾ പറയാ, ഒരു രോഗിയെ കാണാൻ വേണ്ടി പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു മയ്യിത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോഴോ നീ നല്ലതേ പറയാവൂ, അവനക്ക് ഉപകാരമുള്ളതേ പറയാവൂ. മയ്യിത്തിന്റെ അടുത്ത് മരിച്ചു വീട്ടിൽ പോയിട്ട്, മരണ വീട്ടിൽ പോയിട്ട് അവനെ കുറിച്ച് പ്രസാദം പറയരുത്. അവൻ അങ്ങനെയായിരുന്നു, ഇവൻ ഇങ്ങനെയായിരുന്നു, അവൻ മറ്റവനായിരുന്നു, അവൻ അങ്ങനെ പറഞ്ഞവനാ, അവനിക്ക് ഇത് വേണം, പറയാൻ പാടില്ല. മരണപ്പെട്ട ആളിനെ കുറിച്ച് അനാവശ്യങ്ങൾ പറയരുത്, മരണപ്പെട്ട ആളിന്റെ കുറ്റങ്ങൾ പറയരുത്, മരണപ്പെട്ട ആളിന്റെ ഫസാദുകൾ പറയരുത്, ഗീബത്തുകൾ പറയരുത്. അവൻ എങ്ങനെയുള്ളവനായിക്കോട്ടെ, ജീവിച്ചപ്പോൾ മരിച്ചു കഴിഞ്ഞവന്റെ മയ്യത്തിന്റെ അടുക്കൽ പോയിട്ട് അവന്റെ വീട്ടിൽ പോയിട്ട് നല്ലത് മാത്രമേ പറയാവൂ. ഞാൻ പറഞ്ഞതല്ല, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി
ആ മരണം വിട്ട് കൊണ്ട് നിൽക്കോ, യാസീൻ ഓദിക്കോ, ഖുർആൻ ഓദിക്കോ, അവന് നന്മയുള്ള കാര്യങ്ങളൊക്കെ പറയണോ. അല്ലാതെ ആ മയ്യത്തിനെ കുറിച്ച് ഫസാദ് പറയാലതിന്റെ ജോലി, ആ പെണ്ണിനെ കുറിച്ച് ഫസാദ് പറയാലതിന്റെ ജോലി. അതിനാണ് നീ ആ മയ്യത്തെ വീട്ടിൽ പോയത്? ഒരിക്കലും പാടില്ല. നല്ല കാര്യങ്ങൾ പറയണം. ആ മയ്യത്തിന് ആഖിറത്തിന് ഉപകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞു അത് പറയണമെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അതുപോലെ ഒരു രോഗിയുടെ അടുക്കൽ ചെന്നാലും നീ എന്ത് വേണം? ഖൈറ, നല്ലത് പറയോ. അവനക്ക് സമാധാനമുള്ള, വലിയ രോഗിയായിരിക്കും, ഒരു പക്ഷേ ഈ രോഗം പിന്നെ കടന്നു പോയ മരണം വരെ സംഭവിച്ചേക്കാം. എങ്കിൽ പോലും അവനക്ക് സമാധാനമുള്ള വാക്കുകളെ നീ പറയൂ, നന്മയുള്ള വാക്കുകളെ പറയാവൂ. കാരണം നബി തങ്ങൾ പറയുന്നു ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂൽ. അടിവരയിട്ട് മനസ്സിലാക്കിക്കോ. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂൽ. എടോ, നിങ്ങൾ പറയുന്ന കാര്യത്തിന് മലായികത്തുകൾ ആമീൻ പറയൂ. നമ്മളൊരു കാര്യം പറയുമ്പോൾ മലായികത്തുകൾ ആമീൻ പറയും. പറഞ്ഞു പോയാൽ അത് അല്ലാഹു തആല സ്വീകരിക്കുകയും അവർ നന്മകൾ പറയണം. മരണ വീട്ടിൽ പോയാലും രോഗിയുടെ അടുക്കൽ പോയാലും നന്മകളെ പറയാവൂ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. പോയിട്ട് കുറച്ച് സമയം ഇരിക്കാവൂ. കൂടുതൽ സമയം ഇരിക്കൽ അയാൾക്ക് ഇഷ്ടമാണ്, അയാൾക്ക് നല്ല സന്തോഷമാണ്. നമ്മൾ നിർബന്ധിച്ച ആൾ ഇരുത്തിയാൾക്ക് ഒരു സമാധാനം ഉണ്ടാകുമെന്ന് കണ്ടാലിരുന്നു. അല്ല എങ്കിൽ മഹാനാവുന്ന ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ഹബീബായ പ്രവാചകൻ പറയും തഖഫീഫുൽ ജുലൂസി വഖില്ലത്തു സുഹബി ഫി ഇയാദതി ഇൻദൽ മരീദ്. രോഗിയുടെ സന്ദർശിക്കാൻ പോകുമ്പോ കുറച്ച് സമയം മാത്രം ഇരിക്കണം. ശബ്ദ കോലാഹലങ്ങൾ ഉറക്കെ സംസാരിക്കാൻ പാടില്ല. ശബ്ദം ഉയർത്തി സംസാരിക്കരുത്, കുറച്ച് മാത്രമേ സംസാരിക്കാവൂ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധാപൂർവം നമ്മൾ സുന്നത്ത് എന്ന് പറഞ്ഞ് പോയിട്ട് ഹറാം വരുത്തി വെക്കരുത്. അതാ ശ്രദ്ധിക്കേണ്ടത്. സുന്നത്തായ അമലിന് വേണ്ടി പോവുകയാണ്, അല്ലാഹുവിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി. പക്ഷെ അവിടെ പോയിട്ട് ഹറാമ് ചെയ്യിപ്പിക്കരുത്. ഹറാമ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരാൻ പാടില്ല. അല്ലാഹു നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്, നീ രോഗ സന്ദർശനം, മുസ്ലിമായ ഒരാൾ രോഗിയായാൽ ആ രോഗിയായ ആളെ സന്ദർശിക്കുക എന്നത് അത് ഇബാദത്തിന്റെ കൂലി കിട്ടും, വലിയ പ്രതിഫലം കിട്ടും. അത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്, നമ്മുടെ ബാധ്യതയുമാണ്. അല്ലാഹു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.